ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. ഞങ്ങളുടെ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്ത വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഹോട്ടലിൽ എത്തിയ ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പ്രൈവറ്റ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞങ്ങൾ കപ്പഡോക്യ സിറ്റിയുടെ പാനോരാമിക് വ്യൂ കാണാനും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അത്തായ് പനോരമ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ആദ്യം ഞങ്ങൾ എത്തിയത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബലൂൺ യാത്ര ചെയ്യാത്തവർക്ക് നല്ലൊരു കാഴ്ചയാണിത്. കപ്പഡോക്യയുടെ ഭൂപ്രകൃതി ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാം. ഫെയറി ചിമിനിയും കേവ് ഹൗസുകളും പ്രാവുകൂടങ്ങളും ഒക്കെ കാണാം. പീജൻ വാലി എന്ന വിളിപ്പേരും ഈ സ്ഥലത്തിനുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിലുള്ള കാസ്റ്റലിൻ്റെ പേരാണ് ഉച്ചിസർ കാസ്റ്റൽ. ഒരു ഉറുമ്പിൻ കൂട്ടം പണിത വീടുകൾ എന്ന രീതിയിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണിതിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ലാവ ഉരുകി ഒലിച്ചെത്തിയ പ്രദേശങ്ങളാണിത്. പിന്നീട് ഇത് തണുത്തുറച്ച ലാവയും ചാരവും കുന്നുകളായി രൂപപ്പെട്ടു. പീജൻ വാലി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഗോരമി തൊട്ടിട്ട് ഉച്ചിസർ വരെ 6 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു ഏരിയയാണ്. ഫോട്ടോഗ്രാഫേഴ്സിനും ഹൈക്കിംഗ് ചെയ്യുന്നവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ വാലി. ഈ വാലി ഒരു ഓപ്പൺ എയർ മ്യൂസിയം ആണെന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് കാലത്ത് പണിത വീടുകളും പള്ളികളും ഇവിടെ ഇപ്പോഴും കാണാൻ പറ്റും. മഷ്റൂം ഷേപ്പിലുള്ള കല്ലുകൾ കാണാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അടുത്ത് ഞങ്ങളുടെ ഗൈഡ് കൊണ്ടുപോയത് ഒസ്കോണക് അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്കാണ്. 1972 ഒരു കർഷകൻ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത്. കൃഷിക്കായി ഉപയോഗിക്കുന്ന വെള്ളം പെട്ടെന്ന് ഭൂമിയിലേക്ക് അപ്രത്യക്ഷമായത് കണ്ട് കുഴിച്ചു നോക്കുകയും അവിടെ ഒരു റൂം കാണുകയും പിന്നീട് ഈ സ്ഥലം കണ്ടുപിടിക്കുകയും ചെയ്തു. 3000 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു സിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 10 നിലമായി പണിത ഈ സിറ്റി ഭൂമിയുടെ അടിയിലാണ് പണിതതെന്ന് അറിയുമ്പോൾ ഒന്ന് അത്ഭുതപ്പെടും. ഭൂമിയിൽ നിന്നും 130 അടി താഴെയാണ് ഈ സിറ്റി പണിതിട്ടുള്ളത്. ഇപ്പോൾ സന്ദർശകർക്കായി 4 നിലകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. കല്ലിൽ കൊത്തിയ ചുമരുകൾക്ക് എത്രയോ വർഷങ്ങളുടെ കഥ പറയാനുണ്ടാവുന്ന ഒന്ന് ഊഹിച്ചുപോയി. പണ്ട് റോമൻ സാമ്രാജ്യം ഭരിക്കുന്ന സമയത്ത് പെട്ടെന്നുള്ള ആക്രമണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ഗുഹകൾ പണിതിട്ടുള്ളത്. 3 മാസം തൊട്ടിട്ട് 6 മാസം വരെ പുറത്ത് പോകാതെ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണവും ഈ സിറ്റിയിൽ നമുക്ക് കാണാം. ഇതുപോലത്തെ കുറേ അണ്ടർഗ്രൗണ്ട് സിറ്റി ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് കണ്ടുപിടിക്കുന്നുണ്ട്. നിങ്ങളൊപ്പം ഗൈഡില്ലായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ പെട്ടുപോയേനെ. എവിടെ നോക്കിയാലും ചെറിയ ഇടുങ്ങിയ വഴികൾ. പെട്ടെന്ന് ഒരാൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത വിധത്തിലാണ് ഇവിടുത്തെ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ റൂമിനും ഒരു പ്രത്യേകതയുണ്ട്. പല ഹൈറ്റിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ശത്രുക്കൾ പെട്ടെന്ന് വന്നാൽ നേരെ ചുവ നിൽക്കാതിരിക്കാനും അവരെ ആക്രമിക്കാനും എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇവരെ ഇങ്ങനെ പണിതിട്ടുള്ളത്. എല്ലാ മെയിൻ റൂമിൻ്റെ എൻട്രൻസിലും ഇതേപോലത്തെ കല്ലിൽ നിർമ്മിച്ച കവാടം കാണാം. Johnson, you are very tall, so Yeah, I know. put your head, please. Are you okay? Yeah. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ പോകാൻ പറ്റുന്ന എല്ലാ റൂമിലും കയറിയിട്ട് ഫോട്ടോസും വീഡിയോസും കുറേ എടുത്തു. പണ്ട് കാലത്ത് ഈ റൂമുകളിലൊക്കെ ആൾക്കാരെ താമസിച്ചിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആശ്ചര്യപ്പെടും. അങ്ങനെ ഞങ്ങളുടെ അണ്ടർഗ്രൗണ്ട് സിറ്റി കാണാനും ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയെന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. ഒരു കിടിലൻ എക്സ്പീരിയൻസ്. ഹോട്ട് എയർ ബലൂൺ യാത്ര എക്സ്പീരിയൻസ് അല്ലാതെ ഇവിടെ വേറൊന്നും കാണാനില്ല എന്ന് വിചാരിച്ച ഞങ്ങൾക്ക് ഒരു വലിയൊരു തെറ്റുപറ്റി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് കപ്പഡോക്യ ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത്. സമയം ഏകദേശം 2 മണിയായി. അടുത്തുള്ള ഒരു ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കാം എന്ന പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ നാട്ടിലെ ഒരു പേര് കേട്ട ഒരു ഹോട്ടലാണിത്. പലതരം ക്വിസിൻസ് ഇവിടെ കിട്ടുന്നത് കാരണം കുറേ സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. ഓരോ ടൂർ കമ്പനി കൊണ്ടുവരുന്ന ടൂറിസ്റ്റ് ഇരുത്താൻ പ്രത്യേക റൂമുകളുണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വണ്ടിൻ്റെ അടുത്ത് കാത്തിരിക്കുന്ന ഗൈഡിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു. ഞങ്ങൾക്ക് അടുത്തത് ഒരു വാക്കിംഗ് ടൂറാണ്. പഴയ കേവ് ഹൗസും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗുഹകളും നടന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം. ഒരു മല മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ വരെ നടന്നു പോകണം. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വീടുകളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്.
കല്ലിൽ കൊത്തിയ വീടുകളും വഴികളും കാഴ്ചകളും കണ്ട് ഞങ്ങൾ നടന്നു. ഒരു ഓപ്പൺ എയർ മ്യൂസിയം പോലെയാണ് ഈ നഗരം. ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാനുമുണ്ട്. 1 മണിക്കൂർ വാക്കിംഗ് ടൂറാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ഓരോ പ്രധാനപ്പെട്ട സ്ഥലത്ത് നിർത്തി കാഴ്ചകൾ കാണാനും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു തരുന്ന രീതിയാണ് ഈ ഒരു വാക്കിംഗ് ടൂർ. പണ്ട് കാലത്ത് നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയാണിത്. ഞങ്ങളുടെ ഗൈഡ് പള്ളിയിൽ കയറിയിട്ട് ഇവിടുത്തെ നിർമ്മാണത്തിനെ പറ്റിയും അതിൻ്റെ കൊത്തുപണിയും കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടുത്തെ എല്ലാ റൂംസിനും നല്ല തണുപ്പുണ്ട്. വേനൽക്കാലത്തായാലും നല്ല തണുപ്പ് ഈ റൂമിലുണ്ടാവും. അങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതി. ഈ പള്ളി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. നിസ്കാര സമയമല്ലാത്ത നേരത്ത് ടൂറിസ്റ്റിനെ പള്ളി ചുറ്റി കാണാൻ സാധ്യമാണ്. താരിഖി ഹിസ്റ്റോറിക്കൽ ഹൗസിലേക്കാണ് ഞങ്ങൾ അടുത്ത് പോയത്. പണ്ട് കാലത്ത് പണിത ഒരു വീട്. ഇവിടുത്തെ ജനങ്ങൾ ഇതുപോലത്തെ വീടുകളിലാണ് ജീവിച്ചിരുന്നത്. ആ പഴയ ഓർമ്മയ്ക്കായി ടൂറിസ്റ്റിനെ മനസ്സിലാക്കാൻ വേണ്ടി ആർക്കിയോളജിക്കൽ സൈറ്റ് തുർക്കി ടൂറിസത്തിൻ്റെ അണ്ടർ പ്രവർത്തിക്കുന്ന വീടാണിത്. കണ്ണിൽ കൊത്തിയ വീടുകളായതുകൊണ്ട് നല്ല തണുപ്പും വെളിച്ചവും ഏതു നേരവും ഉണ്ടാവും. ഷോക്കേസിൽ പണ്ട് ഉപയോഗിച്ച ബാങ്ക് നോട്ടുകളും ചില്ലറകളും വീട്ടു സാധനങ്ങളുമാണ് ഓരോ റൂമിലും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ ആൾക്കാർ ഇവിടെ എങ്ങനെയാണ് താമസിച്ചിരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് തുർക്കി ടൂറിസം ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഓരോ റൂമിലും കയറിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം സമയം ചെലവാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. മടങ്ങുന്ന നേരത്ത് ഗൈഡ് കുറച്ച് നട്ട്സ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നു. Dry apple, apricot, pumpkin seed, apricot seed, and raisins. And this is we make it from molasses, from the grape juice. And this is either in English we call it rationally, but it has no English name. It's different, you see. കപ്പഡോക്കിയയിൽ വന്നാൽ മിനിമം 4-5 ദിവസം ചിലവാക്കാനുള്ളതുണ്ട്. അവസാനത്തെ ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് റൂമിലേക്ക് പോകേണ്ടി വന്നു. രാത്രി കാഴ്ചകൾ കാണാനായിട്ട് വീണ്ടും ഇറങ്ങണം. ഇവിടുത്തെ രാത്രി കാഴ്ച കണ്ടാൽ ഒന്ന് കണ്ണ് തള്ളിപ്പോവും. അത്ര മനോഹരമായിട്ടാണ് ഇവിടെ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളത്. വെറുതെ കുറച്ച് നേരം ഈ ഭംഗി കണ്ട് അങ്ങനെ നിന്നു പോകും. ഓരോ മലകളുടെ അടിയിൽ LED ലൈറ്റ് വർക്ക് കൊടുത്തിട്ട് ഭംഗിപ്പെടുത്തുന്നതും കാണാം. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റിനെ വരവേൽക്കാനായിട്ട് കുറേ കച്ചവടക്കാർ റോഡ് സൈഡിൽ നിൽക്കുന്നതും കാണാം. സോവനിയർ ഷോപ്സാണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത്. കപ്പഡോക്കിയയിലെ ഏറ്റവും നല്ല റിവ്യൂസും പേര് കേട്ടുമായ ദെപിക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ഫേമസ് ക്ലേ പോട്ടിൽ സെർവ് ചെയ്ത ചൂട് മിൻസ്ഡ് ബീഫും റൈസും സലാഡും അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ തുർക്കിയുടെ ഫേമസ് രാഖി എന്ന് അറിയപ്പെടുന്ന പാനിയും ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ റൂമിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ കുറച്ച് സോവനിയേഴ്സ് കപ്പഡോക്കിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മേടിച്ചു. ഞങ്ങളുടെ നാളത്തെ യാത്ര ഇസ്താൻബുൾ ടു ദുബായ് ആണ്. വൈകിട്ട് 5 മണിക്കാണ് ഫ്ലൈറ്റ്. മിസ്സായി പോയ കുറച്ച് സ്ഥലങ്ങൾ പോകുന്നതിന് മുമ്പ് കാണണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അത് പ്ലാൻ ചെയ്യാനായിട്ട് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. വേറൊരു കിടിലം വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിൽ കാണാം. Till then, take care, stay safe.